ഹായ് ഫ്രണ്ട്സ്, കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ ഒരു ആപ്ലിക്കേഷൻ, അതായത് നമ്മുടെ മൊബൈലിൽ വൈറസുകൾ വരാതിരിക്കാൻ, മാൽവെയറുകളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ അലട്ടാതിരിക്കാൻ, അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ കൊണ്ട് നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ ഒന്നും സാധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അങ്ങനെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടെത്താനും ഒക്കെ നമുക്കൊരു ആപ്ലിക്കേഷൻ പ്രത്യേകമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പ്ലേ സ്റ്റോറിൽ തന്നെ ഇത് ലഭ്യമാണ്. എന്നാൽ ഇതേ പേരിൽ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ പ്ലേ സ്റ്റോറിൽ ഉണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ഗ്രാൻഡ് ആക്സസ് എന്ന് നിങ്ങൾക്കിവിടെ ബ്ലൂ കളർ താഴെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ നല്ലൊരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ താഴെ അക്സെപ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ ആൻറ്റിവൈറസ് എന്നും അതുപോലെ തന്നെ പ്രൈവസി അഡ്വൈസർ എന്നും അതുപോലെ തന്നെ ലൈസൻസിങ് എന്നും എബൌട്ട് ഈ സ്കാൻ എന്നും 4 ഓപ്ഷനുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആൻറ്റിവൈറസ് എന്ന ഭാഗത്ത് ഇവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാൻ അതുപോലെ തന്നെ സ്കാൻ ഹിസ്റ്ററി എന്നും നമുക്ക് കാണാൻ സാധിക്കും. താഴെ സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാംഗ്വേജുകൾ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടത്, ഇവിടെ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് കാണുന്നത്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ ആൻറ്റിവൈറസ് എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് സ്കാൻ എന്ന ഭാഗത്ത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്കാൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മെമ്മറി സ്കാൻ, അതുപോലെ തന്നെ ഫുൾ സ്കാൻ, അതുപോലെ തന്നെ ഫോൾഡർ സ്കാൻ എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൻ്റെ മൊത്തം കാര്യങ്ങൾ നമുക്ക് സ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഫുൾ സ്കാൻ എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഫുൾ സ്കാൻ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാൽവെയറുകളോ വൈറസുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻസുകൾ ഉണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് എടുത്ത് കാണിച്ചു തരും. ഈ ഫുൾ സ്കാനിൽ ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും ടൈം എടുക്കും എന്ന് വേണം പറയാൻ. നമുക്ക് നോക്കാം എത്രത്തോളം ഇത് ടൈം എടുക്കുന്നുണ്ട് എന്ന്. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ 1% ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ APK ഫയലുകൾ, APK ആപ്ലിക്കേഷൻസുകളൊക്കെ പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അത് ഇവിടെ റെഡ് കളറിൽ കാണിക്കും. അത് APK വേർഷൻ ആയതുകൊണ്ടാണ്. അതിൽ പ്രശ്നക്കാരനാണെങ്കിൽ അത് നമുക്കിവിടെ എടുത്ത് പറയുക തന്നെ ചെയ്യും. അങ്ങനെ പ്രശ്നക്കാരനായ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യേണ്ടതായിട്ടും വരും. അതല്ല എങ്കിൽ റെഡ് കളർ കാണിച്ചു എന്നതുകൊണ്ട് നിങ്ങളത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മൊത്തത്തിൽ സ്കാൻ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം സ്കാനിങ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2 മിനിറ്റും 27 സെക്കൻഡും ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2.5 മിനിറ്റ് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇവിടെ നമുക്ക് സ്കാൻ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റെഡ് കളറിൽ കോഡ് FML, അതുപോലെ തന്നെ മുസ്ലിം പ്രോ, അതുപോലെ തന്നെ വേറൊരു ആപ്ലിക്കേഷനുകളൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. റെഡ് കളറിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. 1 2 3 4 5 ഐറ്റംസുകൾ ഇവിടെ
ആപ്സ് എന്ന ഭാഗത്ത് APK ഫയൽ സ്കാൻഡ് 284, അതായത് ത്രെഡ് ഡിറ്റക്റ്റഡ് എന്നുള്ളത് 5 എണ്ണമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ 5 ഫയലുകൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ത്രെഡ് ഡിലേറ്റഡ് 0, അതുപോലെ തന്നെ സ്കാൻ ടൈം 2.34 സെക്കൻഡ്, 2 മിനിറ്റ് 34 സെക്കൻഡാണ്. ഇതിൽ APK വേർഷൻ ഞാൻ ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രശ്നക്കാരനായ 2 എണ്ണമുണ്ട്. ഒന്ന് കോഡ് FML അതുപോലെ തന്നെ മുസ്ലിം പ്രോ. ഇത് രണ്ടും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിൽ റിസ്ക് ആയിട്ടുള്ള 2 പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഷെയറിറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പ്രോ, അതിലും പ്രശ്നക്കാരനായിട്ടുള്ള സംഭവം വീഡിയോ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷെയറിറ്റിൻ്റെ മറ്റൊരു കാര്യം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇനി ഈ 2 സംഭവങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. അതായത് APK വേർഷൻ ഒരുപാട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ 2 എണ്ണം മാത്രമാണ് പ്രശ്നക്കാരനായിട്ട് കാണിക്കുന്നത്. നമുക്കിതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി കോഡ് FML കൂടി നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്ക് വന്നിട്ട് ഇവിടെ സ്കാൻ ഹിസ്റ്ററി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ത്രെഡ്സ് ഡിറ്റക്റ്റഡ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഏത് ദിവസമാണ്, എപ്പോഴാണ് നമ്മൾ സ്കാൻ ചെയ്തത് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഡിലീറ്റ് ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ, അത് APK വേർഷൻ ആയാലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി, നിങ്ങളുടെ മൊബൈൽ പ്രശ്നക്കാരനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി. എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണിക്കുന്ന റെഡ് കളറിലുള്ള ഡിലീറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ നിർബന്ധമായി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ പ്രശ്നക്കാരായ ആപ്ലിക്കേഷൻ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ റിമൂവ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സ്കാൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ സ്കാനിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും. ഇതിൽ മുകളിൽ കാണുന്ന ആപ്ലിക്കേഷൻ താഴെയും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫേക്കായിട്ടുണ്ടാകും. നമ്മൾ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് പോകരുത്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നില്ലേ, ഈ ഒരു ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതൊന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് പോകരുത്. ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സ്കാൻ ചെയ്ത് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.